ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഇതാ നമ്മൾ പുതിയൊരു ദിവസം ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. ഞാൻ എണീറ്റ് ഇങ്ങനെ ഇരിക്കണേ ഉള്ളൂ. ജനലൊക്കെ വേഗം പോയി തുറന്നിടുമ്പല്ലേ ആ ജനലിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ അകത്തേക്ക് വരുന്ന ആ ഒരു വെളിച്ചം അതൊക്കെ ഇങ്ങനെ മുഖത്ത് തട്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ നല്ലൊരു പോസിറ്റിവിറ്റി ആണ് കേട്ടോ. ഞാൻ എപ്പോഴും ഇങ്ങനെ ഇരിക്കും. വേഗം എണീറ്റ പാടെ ഇതേപോലെ ഹെയറൊക്കെ ഒന്ന് കെട്ടി വെച്ചിട്ട് രാത്രി കെട്ടി വെച്ചിട്ടാണ് കിടന്നുറങ്ങുക. രാവിലെ എണീറ്റ പാടെ അതൊന്ന് അഴിച്ചിടും, ജസ്റ്റ് ഒന്ന് സ്കാൽപ്പ് ഒന്ന് മസാജ് ചെയ്തിട്ട് പിന്നെ ഇതേപോലെ മുടി ഒന്ന് കെട്ടി വെക്കും കേട്ടോ. എന്നിട്ട് വേഗം പോയി ചെയ്യണ പരിപാടി ജനൽ തുറന്നിടുക എന്നുള്ള. കുറച്ച് നേരം എന്നിട്ട് അങ്ങനെ ഇരിക്കും. എന്നിട്ടാണ് ബാക്കിയുള്ള പരിപാടി എന്ന് പറയുമ്പോൾ ഇന്നലെ രാത്രി ഞാൻ സെറ്റാക്കി വെച്ചിട്ടുള്ള നമ്മുടെ വെള്ളമില്ലേ രാവിലെ കുടിക്കുന്ന ആ ഒരു വാട്ടറാണ് കേട്ടോ. ഇത് അടിപൊളിയാണ്, നല്ലൊരു റിഫ്രഷ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എണീറ്റ പാടാണ്, അതായത് ബ്രഷ് ചെയ്തിട്ടില്ല കേട്ടോ. അതിന് മുൻപേ തന്നെ ഇതേപോലെ വെള്ളം കുടിക്കും. കാരണം ഇന്നലെ രാത്രി ഞാൻ ബ്രഷ് ചെയ്തിട്ടാണ് കിടന്നുറങ്ങിയത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ വായിലുള്ള ആ ഒരു ബാക്ടീരിയ അത് നല്ലതാണ്. അപ്പോൾ അത് അങ്ങനെ വയറിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വയറിൻ്റെ ആരോഗ്യത്തിനൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ എണീറ്റ് പോകുമ്പോൾ അമ്മ ഇതേപോലെ വിളക്കൊക്കെ എത്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. നമുക്കിവിടെ വീട്ടിലെ സൗകര്യങ്ങൾ വളരെ കുറവാണ്, എന്നാലും നമുക്ക് കിടക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വാഷ് സ്പേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പേസും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതേപോലെ പുറത്ത് ഇങ്ങനെ പാത്രത്തിൽ വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ട് ബ്രഷ് ചെയ്യാണ് പതിവ്. എല്ലാവരും അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ ബാത്റൂമും കാര്യങ്ങളൊക്കെ വരുന്നത് പുറമെ, അതായത് വീടിൻ്റെ ബാക്കിൽ, വീടിനോട് ചേർന്നിട്ട് തന്നെയാണ്, പക്ഷെ പുറത്തുകൂടെ ഇറങ്ങിയിട്ട് വേണം പോകണമെങ്കിൽ. ടോയ്ലറ്റ് വേറെയും ബാത്റൂം വേറെയും, അങ്ങനെ രണ്ടും അടുത്തടുത്ത റൂമുകളിലായിട്ടാണ് കേട്ടോ. അപ്പം പുറത്തുകൂടെ വേണം, മഴയാണെങ്കിലും വെയിലാണെങ്കിലും ഇരുടാണെങ്കിലും പകലാണെങ്കിലും ഇരുട്ടത്തൂടെ വേണം നമ്മൾ പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ബ്രഷ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഞാൻ ഫേസിൽ ഡെയിലി ബേസിസിൽ നമ്മുടെ ചെമ്പരത്തില്ലേ, 5 ചെമ്പരത്തി, അത് ഞാൻ ഡെയിലി രാവിലെ പറിക്കും. എനിക്കായിട്ട് ഒരു ചെമ്പരത്തിയെങ്കിലും എൻ്റെ ചെമ്പരത്തിയുടെ ചെടിയുടെ മേലെ ഉണ്ടാകും കേട്ടോ. അപ്പം ബ്രഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ വേഗം മുഖം കഴുകിയിട്ട് ആ ചെമ്പരത്തി പറിച്ചു കൊണ്ടുവരും. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് കഴുകിയിട്ട് അത് വെച്ചിട്ട് നമ്മുടെ മുഖത്ത് നന്നായിട്ട് മസാജ് കൊടുക്കും കേട്ടോ. ഇത് അടിപൊളിയാണ് ഗൈസ്, നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം. നമ്മുടെ മെയിൻ ചാനലിൽ, അതായത് ബ്യൂട്ടി ചാനലിലെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് കയറി നോക്കുക. അതിൽ ഞാൻ ഇട്ടിട്ടുണ്ട് നമ്മുടെ ചെമ്പരത്തീൻ്റെ ഗുണങ്ങൾ, അതായത് നമ്മൾ ഫേസിൽ യൂസ് ചെയ്യുമ്പോൾ, ബോഡിയിൽ യൂസ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന അത്രയ്ക്കും എന്താ പറയുക, അത്രയ്ക്കും നല്ല റിസൾട്ടാണ് ഗൈസ്. എങ്ങനെയാണ് അത് പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങളത് ജസ്റ്റ് ആ വീഡിയോ കണ്ട് നോക്കുക. ഇല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ജസ്റ്റ് ഒന്ന് ഫേസിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. അടിപൊളിയായിട്ട് റിസൾട്ട് കിട്ടുന്നതാണ്. ഡെയിലി ചെയ്യണം. ഇന്ന് ചെയ്ത് നാളത്തേക്ക് റിസൾട്ട് കിട്ടിയില്ല എന്ന് നിങ്ങൾ പറയാൻ പാടില്ല. അത്രേ പറയണുള്ളൂ. നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അത് കണ്ടിന്യൂസ്ലി ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക, എന്നാൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ ഗൈസ്. ഇതല്ലാതെ എനിക്ക് വേറെ ഇത് പറയാനില്ല ഗൈസ്. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും ഇത് ചെയ്യാറുണ്ട് കേട്ടോ, ഡെയിലി ബേസിസിൽ ചെയ്യാറുണ്ട്. ഫുൾ ബോഡിയിലും ഞാൻ ഇത് ഇടാറുണ്ട്. ഓക്കെ, കുളിക്കുന്ന സമയത്ത് കേട്ടോ, മേല് കഴുകുന്ന സമയത്ത് ഇടാറുണ്ട്, ഹെയറിലും യൂസ് ചെയ്യാറുണ്ട്. ഇത് നമുക്ക് ഫുൾ ഫേസിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് എന്താ പരിപാടി, ചായ കുടിക്കണം. ചായക്ക് അമ്മ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ നേരെ വൈകിട്ടാണ് കേട്ടോ ഗൈസ് എണീറ്റത്, കാരണം എനിക്ക് കുറച്ചധികം എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം രാവിലെ ഇത്തിരി വൈകിട്ടാണ് ഞാൻ എണീക്കുന്നത്. അപ്പം നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോവാം. ചപ്പാത്തിയും ഒരു മസാലക്കറിയും ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് നമ്മൾ ഇന്നിവിടെ കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഞാനിപ്പോൾ എന്താ പറയുക, ഈ ചായ കുടിക്കുന്നില്ലേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ്, അതിൻ്റെ കൂടെ മാത്രമേ ചായ എടുക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ ചായ ഇങ്ങനെ കുറച്ചുകൊണ്ട് വരികയാണ്, ഷുഗർ കുറച്ചുകൊണ്ട് വരികയാണ്. ഞാനിങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ ആദ്യം ഇങ്ങനെ ഇരുന്നു, ചായ കുടിക്കാറില്ല, പഞ്ചസാര കഴിക്കലില്ല, അങ്ങനെ വറുത്തത് പൊരിച്ചത് ഇങ്ങനത്തെ പിന്നെ നമ്മളെ വീട്ടിൽ അങ്ങനെ വാങ്ങിക്കാറില്ല. മീനൊന്നും വറുത്ത് പൊരിച്ച് അങ്ങനത്തെ സംഭവം വല്ലപ്പോഴാണ് ഈ എന്താ പറയുക, ഷവർമ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുക കേട്ടോ. അത് മോന് വേണ്ടിയിട്ട് വാങ്ങിക്കുന്നതാണ്, അങ്ങനെ കഴിക്കാമെന്നല്ലാതെ. പക്ഷെ ഇപ്പോൾ ഞാൻ കുറച്ചുകൂടി ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ ചായ കഴിഞ്ഞതിന് ശേഷം ഇത് നമ്മളെ വീടിൻ്റെ മേലെയുള്ള ടാങ്കാണ് കേട്ടോ, പഞ്ചായത്തിൻ്റെ ടാങ്ക് മാത്രമേ ഉള്ളൂ ഗൈസ്. അതിൽ വെള്ളമില്ല ഇത്രയും കാലമായിട്ട്. പൈപ്പൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ ആ പൈപ്പൊക്കെ പോയി, ഒക്കെ തുരുമ്പെടുത്ത് പോയി. അതാണ് ഈ ഒരു സംഭവം.
അപ്പോൾ നമ്മൾ മേലെ തൊടിയിലൂടെ നടക്കുകയാണ് കേട്ടോ. നമ്മളെ സ്ഥലമല്ല, നമ്മുടെ വീടിൻ്റെ തൊട്ട മേലുള്ള പറമ്പാണ് കേട്ടോ. ഈ പറമ്പ് നോക്കിയപ്പോഴാണ് ഇത് നമ്മുടെ വീടിൻ്റെ ആ ഭാഗത്തുള്ളൊരു EMS വില്ല ആണ് കേട്ടോ. അത് ഇത്രയും അടുത്താണെന്ന് ഞാൻ ഇതിൻ്റെ മേലെ കയറിയപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. ഇപ്പോൾ ആ ഒരു വില്ലേൻ്റെ ആ ഒരു സ്ഥലവും മേലെ വീട്ടിലെ നമ്മുടെ ഈ ഒരു പറമ്പും ഒരേ മാതിരിയായി കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. ഇത് ശതാവരിയാണ് കേട്ടോ, കാട്ടിലുണ്ടായതാ. ഒറിജിനൽ നമ്മുടെ സാധാ ശതാവരിയാണ്. നന്നാറി എന്ന് പറഞ്ഞാൽ നമ്മൾ സർബത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന നന്നാറി കേട്ടോ. ഇതാണ് അതിൻ്റെ ചെടി. നല്ല സ്മെല്ലാണ് കേട്ടോ. ഇതിങ്ങനെ ഇവിടെ മൊത്തം ഉണ്ട്, പക്ഷെ ഇത് കിട്ടില്ല. നല്ല മണം ഇതെടുത്താൽ സർബത്തിൻ്റെ സ്മെല്ല്. ഞാൻ ആദ്യമായിട്ട് ഗൈസ് അവിടെ ഇത്രയും വീടുകൾ ഇങ്ങോട്ടേക്ക് ഉണ്ടാക്കിയതിന് ശേഷം മണ്ണൊക്കെ എടുത്തതിന് ശേഷം പോകുന്നത് കേട്ടോ. കുറേ നേരം ഞാൻ നോക്കിയിരുന്നു. പണ്ട് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഇവിടെ, നല്ല ഭംഗിയായിരുന്നു കാണാൻ. ഈ വില്ല വരുന്നതിൻ്റെ മുന്നേ കേട്ടോ കുന്നും മലയൊക്കെ ആയിട്ട് വലിയൊരു ഗ്രൗണ്ട് തന്നെയായിരുന്നു ഇതിൻ്റെ മേലെ. എന്നിട്ട് താഴേക്കൊരു ഇറക്കമായിരുന്നു, നല്ല ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളെ വീട്ടിലേക്ക് പോകാനായിട്ട് ഇതിൻ്റെ താഴെ തന്നെ നമ്മളെ വീട്. അപ്പം ഞാനിങ്ങനെ പഞ്ചായത്തിൻ്റെ ഈ ടാങ്കിൽ ഇനി അവർ വെള്ളമൊക്കെ നിറച്ച് ഇനി എപ്പോഴെങ്കിലും നമുക്ക് പൈപ്പിൽ വെള്ളം കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ. ഇവിടെ ഭയങ്കര മഴയാണ് കേട്ടോ, ഭയങ്കര മഴയാണ്. മഴ ഒന്ന് തോർന്നിട്ട് വേണം നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പോകാൻ കേട്ടോ. എപ്പോഴാ നിൽക്കാതൊക്കെ ആർക്കറിയാം. നല്ല കാറ്റ് അടിക്കുന്നുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവായിരുന്നു. എനിക്ക് ആദ്യമോനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ട് സ്കൂൾ ഇറക്കാനായില്ലേ. അപ്പം അതുകൊണ്ട് എല്ലാം കൂടെ ഒരുമിച്ച് വാങ്ങാനുള്ള കപ്പാസിറ്റിക്ക് ഇല്ലാത്തതുകൊണ്ട് കുറേശ്ശെ ഓരോ പോക്കിന് സാധനങ്ങൾ വാങ്ങിക്കാൻ ചെയ്യുന്നത്. എന്നിട്ട് ഈ മഴ ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പോവായിരുന്നു. ഞാൻ അതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കാറ്. ഓക്കെ, അപ്പം മഴ കുറഞ്ഞിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ, മീൻസ് മഴ കുറഞ്ഞിട്ടുണ്ടെങ്കിലേ നമ്മൾ പോവുള്ളൂ കേട്ടോ. ഉണ്ടെങ്കിൽ എങ്ങനെ പോകാനാ നോക്കാം. എന്നിട്ട് ഞാൻ ബാക്കി കാണിച്ചു തരാം കേട്ടോ. സെയിം കോസ്റ്റ്യൂം, ഞാൻ സെയിം ഡ്രസ്സ് തന്നെയാണ്. ഓക്കെ ഗൈസ്, നമ്മൾ ഇന്ന് ആദ്യം എൻ്റെ സ്കൂളിൽ പോവുകയാണ്. യൂണിഫോം വാങ്ങിക്കാനുണ്ട്. പിന്നെ ഡെലിവറി പോകണം. ഓക്കെ, ലെറ്റ്സ് ഗോ ഗൈസ്. ഫൈനലി നമ്മൾ യൂണിഫോം വാങ്ങി സ്കൂളിൽ പോയി. സ്കൂളിൽ ഞാൻ കാണിച്ചു തരില്ല, മഴ ആയതുകൊണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റില്ല. എന്ത് നമ്മൾ വീട്ടിലേക്ക് പോവാണ്. ഈ ഹായ് എന്താണ് എന്നുള്ളത് ഇപ്പോൾ മനസ്സിലായില്ലേ. റോഡിൽ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ പണ്ടേ അങ്ങനെ തന്നെയാണ്. ഒരു മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഈ റോഡ് മൊത്തം പുഴ ഭയങ്കര ഒഴുകിപ്പോവും. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇതെല്ലാം നടന്നു വരുന്ന സമയത്ത് എങ്ങനെയാണ് അറിയോ കേസ് വരിക. ഞാൻ എൻജോയ് ചെയ്തിട്ടായിരുന്നു. കാരണം രണ്ട് സൈഡ് വലിയ മതിലാണ്, വലിയ വീടുകളാണ്. അപ്പോൾ നമ്മളതിൽ പോകുന്നതൊന്നും ആരും കാണാനൊന്നും പോകുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് പോകാമെന്ന് വെച്ചാൽ ബസ് ഇറങ്ങിയിട്ട്, കോളേജ് പഠിക്കുമ്പോൾ കേട്ടോ, ബസ് ഇറങ്ങിയിട്ട് കുട ചൂടിയിട്ട് വരും. ഈ ഇടയിലൊക്കെ കൂടി കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട മെല്ലെ പൂട്ടും. എന്നിട്ട് മഴയും കൊണ്ടുവരും. എന്നിട്ട് വെള്ളത്തിലൊക്കെ അങ്ങനെ കളിച്ചിങ്ങനെ അർമാദിച്ചിപ്പോൾ മോൻ പോകുന്നതായിട്ടില്ല, അതേമാതിരി അർമാദിച്ചിട്ടൊക്കെയാണ് ഗേസ്. ഇപ്പം ഞാനൊക്കെ അന്ന് സ്കൂളിൽ പോകുന്ന സമയത്ത്, കോളേജിൽ പോകുന്ന സമയത്തൊക്കെ പോയിക്കൊണ്ടിരുന്നത്. ആ ഒരു മെമ്മറീസാണ് ഇപ്പോൾ മോൻ ചെയ്യുന്നതിലൂടെ ഞാനിങ്ങനെ ഓർത്തെടുത്തത്. അപ്പോൾ നമ്മളിങ്ങനെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങ് എത്തുന്ന വരെ വെള്ളമാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ വീട്ടിലേക്ക് എത്താനായിരിക്കുന്നു. എല്ലാം വെള്ളം മൊത്തത്തിൽ വാട്ടർ. ഇവിടേക്ക് എത്തുമ്പോൾ നല്ല വെള്ളമാണ്, പുഴ മാതിരിയാണ് കേട്ടോ റോഡ് ആവുക. നല്ല രസമാണ് ഇങ്ങനെ നടക്കാം. ചില സമയത്ത് മീനൊക്കെ ഉണ്ടാവും ഗൈസ്, ഇവിടുന്ന് വരുന്നതാണ് കേട്ടോ. മുത്തശ്ശി എന്താണ് ഗൈസ്, ഇത് അവിടുത്തെ അന്തേവാസികളാണ്. മനുഷ്യന്മാരും ഉണ്ട്, മൃഗങ്ങളും ഉണ്ട്, എല്ലാം ഉണ്ട്, പക്ഷികളൊക്കെ ഉണ്ട്. കിളിക്കുട്ടികളുണ്ട്, ലാസിക്കുട്ടി ഉണ്ട്, മീനുണ്ട്, പിന്നെ പൂച്ചക്കുട്ടി ഉണ്ടേനു, പിന്നെ കുറേ മനുഷ്യന്മാരും. ഓക്കെ, അവിടെ മാമി ചക്ക ഉണ്ടായിരുന്നു കേട്ടോ. മാമി നമുക്ക് ചക്കയൊക്കെ തന്ന്, നല്ല വരിക്കച്ചക്ക ഇല്ലേ, അതാണെന്ന് തോന്നുന്നു. നല്ല മധുരം ഉണ്ടായിരുന്നു.
അപ്പോൾ അതൊക്കെ കഴിച്ച് എനിക്ക് വല്ലാതെ പഴുത്ത ചക്ക കഴിക്കാൻ പേടിയാണ്, തൊണ്ടയിൽ കുടുങ്ങും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വളരെ സൂക്ഷിച്ച് കണ്ടൊക്കെ ചക്ക ഞാൻ കഴിക്കുള്ളൂ കേട്ടോ. നല്ല പഴുത്തിട്ടുള്ള ചക്ക അങ്ങനെ കഴിക്കുള്ളൂ, പേടിയാണ് കഴിച്ച്. ഞങ്ങൾ തിരിച്ചിറങ്ങുമ്പോൾ നല്ല മഴയായിരുന്നു ഗൈസ്. പിന്നെ വീട്ടിലേക്ക് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ എന്നോർത്തിട്ട് ആ മഴയിൽ തന്നെ ഞങ്ങൾ ഇറങ്ങി. മോനാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു, അടിച്ച് പൊളിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ വന്നത്. പിന്നെ നമ്മൾ ഒരു ഓട്ടോയിൽ കയറിയിട്ട് കക്കോടി ഇറങ്ങി. സ്കൂള് തുറക്കല്ലേ, അതിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അത് രസമുണ്ടല്ലോ, നോക്ക്. ഇത് പെൺകുട്ടികളതാ ഭഗവാൻ, അത് പെൺകുട്ടികളതാ പോലെ. ഏതാ പെൺകുട്ടികളത്? പൂവുള്ളതിനുണ്ട? അത് നോക്കട്ടെ, ആ നീല മേലല്ലേ നല്ലതാ, രസമുണ്ടല്ലോ. ഇതിന് എത്ര ചേച്ചിയാ? കണ്ടോ ഇതിന് ഇത്ര ചെയ്യുന്നു. ഞങ്ങൾ പിന്നെ ബുക്ക് വാങ്ങിക്കാനൊക്കെ കയറി കേട്ടോ. ഞാൻ പറഞ്ഞു വന്നത് എന്തെങ്കിലും സാധനത്തിൻ്റെ വില നോക്കാതെ എന്തെങ്കിലും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ എന്നൊന്നും എനിക്ക് അറിഞ്ഞോളൂ കേട്ടോ. ഞാൻ എപ്പോഴും വില നോക്കിയിട്ട് ചോദിച്ചിട്ടൊക്കെ സാധനം വാങ്ങിക്കില്ല. കാരണം ഒറ്റയടിക്ക് എല്ലാ സാധനങ്ങളും വാങ്ങിക്കാനുള്ള ഒരു കപ്പാസിറ്റി എനിക്കില്ലാത്തത് കാരണം ഓരോ പ്രാവശ്യം പോകുന്ന സമയത്തും കുറേശ്ശെ സാധനങ്ങൾ വാങ്ങി ഞാൻ കൂട്ടി വെച്ചിട്ടാണ് ആദ്യമോന് വേണ്ട സാധനങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുള്ളത് കേട്ടോ. നമ്മൾ വീട്ടിലെത്തിയപ്പോൾ നല്ല കാറ്റും മഴയായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നെയ്ച്ചോറിൻ്റെ അരി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ബിരിയാണി അല്ല, സംഭവം നെയ്ച്ചോറാണ് വെച്ചത്. പക്ഷേ ഞാനത് എന്ത് ചെയ്തതെന്ന് അറിയോ, ഒരു 3-4 കോഴിമുട്ട ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് പുഴുങ്ങിയിട്ട് ബിരിയാണി ആക്കി. അതായത് നെയ്ച്ചോറിനെ ഞാൻ ബിരിയാണി ആക്കി ഗൈസ്. അല്ല, നല്ല മഴയൊക്കെ പെയ്തപ്പോൾ എനിക്ക് നെയ്ച്ചോറ് വേണ്ട ബിരിയാണി ആക്കാമെന്നുള്ളൊരു തോന്നൽ വന്നപ്പോൾ പിന്നെ എന്ത് ചെയ്യാനാണ്, നമുക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പിന്നെ ഒന്നും നോക്കരുത്. അങ്ങനെ കുറച്ച് നെയ്ച്ചോറ് ഞാൻ അമ്മയ്ക്ക് അവിടെ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള നെയ്ച്ചോറിനെ ഞാൻ ബിരിയാണിയാക്കി, എഗ് ബിരിയാണിയാക്കി ഗൈസ്. എങ്ങനെയുണ്ട്? അടിപൊളിയായിരുന്നു, കുഴപ്പമൊന്നുമില്ല. അമ്മ നേരത്തെ ചോറ് റെഡിയാക്കിയതിനോണ്ട് ആ പരിപാടി ഇല്ലായിരുന്നു. പിന്നെ ബാക്കിയുള്ള കോഴിമുട്ട പുഴുങ്ങലും അതിൻ്റെ മസാല റെഡിയാക്കലും പിന്നെ ഈ ചോറിലാക്കിയിട്ട് മിക്സ് ചെയ്യുക, അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ തന്നെ ഉള്ളായിരുന്നു. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, ബിരിയാണി സൂപ്പറായിരുന്നു. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കിയതിൻ്റെ കൂടെ തന്നെ വൈകുന്നേരം ചായക്ക് എന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ എന്ന് പറഞ്ഞപ്പോൾ മോൻ കുറേ ദിവസമായി പറയുന്നത് അമ്പലത്തിലെ പ്രസാദമില്ലേ അതേമാതിരി ഉണ്ടാക്കി തരുമെന്ന്. അപ്പം ഞാനിങ്ങനെ നോക്കിയപ്പം അരിയുണ്ട്, ശർക്കരയുണ്ട്, നെയ്യുണ്ട്, എല്ലാ സാധനവും ഉണ്ട്. അപ്പം പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ അതും കൂടി ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ഇനി ചായക്ക് വേഗം കൂട്ടാലോ എന്നുള്ളതിൽ ഞാൻ അതും കൂടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ എനിക്കിപ്പോൾ സ്കൂൾ ഓപ്പണിംഗ് സമയമായത് കാരണം തന്നെ കുറച്ചധികം തിരക്കാണ്. ദിവസം എന്ന് പറഞ്ഞതുപോലെ തന്നെ എനിക്ക് പോവാനുണ്ടാവും ഗൈസ് പുറത്ത്. പിന്നെ അച്ഛൻ പീടികയിലൊക്കെ പോയിട്ട് സാധനമൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാ സാധനവും അച്ഛൻ പോയി വാങ്ങിക്കൊണ്ടുവരിക ചെയ്യുക. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ള പ്രസാദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. സോറി ഗൈസ്, എനിക്ക് ചോറിനെന്ന വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല കേട്ടോ. സംഭവം മറന്നുപോയതാണ്, ഒന്നും വിചാരിക്കരുത്. അപ്പോൾ ഇതാണ് നമ്മൾ പ്രസാദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഏലക്കായ, ശർക്കര, തേങ്ങാപ്പാലും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. അരി ആദ്യം ഒന്ന് വേവിച്ച് വെക്കുന്നുണ്ട്, അതിലേക്ക് ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചാൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് വെന്ത് കഴിഞ്ഞിട്ടാണ് കേട്ടോ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കേണ്ടത് നല്ല ശർക്കരയാണ് കേട്ടോ. പാനി ആക്കേണ്ട ആവശ്യമില്ല, ലയിപ്പിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അരീൻ്റെ കൂടെ തന്നെ തിളയ്ക്കുമ്പോൾ ആ മധുരമൊക്കെ അരിയിലേക്ക് നന്നായിട്ട് പിടിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ലാസ്റ്റായിട്ട് ശർക്കരയൊക്കെ അലിഞ്ഞ് നന്നായിട്ട് സെറ്റായി വരുന്ന സമയത്താണ് ഞാൻ ഇതേപോലെ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് വേണ്ടത് നെയ്യാണ്. അപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ട് ആ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റുമല്ലോ, ആ ഒരു ടൈമിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ അമ്പലത്തിലൊക്കെ കിട്ടുന്ന പ്രസാദമല്ലേ ആ ഒരു ടൈപ്പിലുള്ള പ്രസാദം നമ്മൾ വീട്ടിലുണ്ടാക്കി ഗൈസ്. ഓക്കെ, അങ്ങനെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ
ഒരു കാര്യം ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്താ വെച്ചാൽ എൻ്റെ ലൈറ്റിൻ്റെ സെറ്റപ്പ് ഒക്കെ പോയി ഗൈസ്. ആ വള്ളീൻ്റെ മേലെ ഞാൻ ഇതാക്കുന്ന ലൈറ്റിൻ്റെ ഇല്ലേ അത് മൊത്തം പോയി. അപ്പോൾ പകരം ഞാൻ അടിച്ചു പോയി. എന്തോ ഭാഗ്യത്തിന് വയറ് അറ്റിട്ടോ എന്ന് പറഞ്ഞൊരു സൗണ്ട് മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ ഗൈസ്. അപ്പം അത് മൊത്തം പോയി. അത് പോയിട്ട് അപ്പോൾ തൽക്കാലം ഞാനൊരു ബോക്സിൻ്റെ ഉള്ളിൽ ഒരു ബൾബൊക്കെ ഫിറ്റ് ചെയ്തിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളിനി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പോവുക. ഓക്കെ, അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള പ്രസാദം. യെസ് ഗൈസ്, ഇതാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ലൈറ്റിൻ്റെ സെറ്റപ്പ്. ഇതിൻ്റെ ഉള്ളിൽ ഇനി ഫോയിൽ പേപ്പറൊക്കെ വരും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീണ്ടും വേറെ എന്തെങ്കിലും വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.